നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സുപ്രീം കോടതി ഒരു കേസ് കൊടുത്തിരിക്കുക. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി കൃത്രിമമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപവും ശബ്ദവും ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതിനെ തടയിടണം എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതിയുടെ രത്നച്ചുരുക്കം. ഇത് സിമിലർ ആയിട്ടുള്ള പരാതികൾ ഇതിനു മുൻപും ബോളിവുഡ് ആക്ടേഴ്സും അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അനുകൂലമായി വിധി വന്നിട്ടുമുണ്ട്. വളരെ നിർദോഷമായ ഒരു കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കാം. കാരണം നമ്മുടെ ഫോണിലെ റീൽസിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ചായക്കടയിൽ വന്ന് ചായ അടിക്കുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ താരം മെസ്സി വന്ന് വാർക്കപ്പണിക്ക് പോകുന്നു. ഇത്തരം വീഡിയോകളൊക്കെ കണ്ട് നമ്മൾ രസിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നടീനടന്മാർ മമ്മൂക്കയെ, ലാലേട്ടനും, കമൽ സാറും രജനി സാറും ഒക്കെ ചായ കുടിക്കുന്നു, റോഡേ നടക്കുന്നു. ഇത്തരം വീഡിയോകൾ വളരെ നിർദോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതിന് തടയിടണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? പക്ഷെ അതിനത്ര വലിയ അപകടമുണ്ട്. ഇത്തരം സെലിബ്രിറ്റികളുടെ, അത് രാഷ്ട്രീയക്കാരാവട്ടെ, സിനിമക്കാരാവട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റികളാവട്ടെ, ഇവരുടെ പേരിൽ കൃത്രിമമായ ഒരു പരസ്യം ഉണ്ടാക്കാം. ഒരു ഷെയർ കമ്പനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്രിമമായ ഒരു പരസ്യം നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ സത്യമേത മിഥ്യേതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ അവിടെയാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. അതിലുപരിയായി നമ്മൾ നിർദോഷമായി കരുതുന്ന പല ഏരിയയിലും ഒരുപക്ഷെ നാളെ നമ്മുടെ വീട്ടകങ്ങളിലേക്കും കടന്നു വരാം. അതായത് നമുക്ക് രണ്ടാൾക്കാർ തമ്മിൽ ഒരു ഇഷ്ടക്കേടോ സ്വരച്ചേർച്ച ഉണ്ടായാലും ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിൽ നിങ്ങളിൽ ഒരാളെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ട് വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലോ കോളേജിലോ പോയി എന്തെങ്കിലും ചെറിയ നിസ്സാര പ്രശ്നം വന്നാൽ വളരെ എളുപ്പമല്ലേ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താം. അത്രയും നിസ്സാരമായിട്ട് ഈസി ആയിട്ട് ഇത് നടക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. കാരണം ഇന്ത്യയിൽ സൈബർ നിയമങ്ങൾ അത്ര ശക്തമല്ല. ഒരുപക്ഷെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം, നിരവധി പരാതികളാണ് നമ്മുടെ സൈബർ സെല്ലിലൊക്കെ വരുന്നത്. പലപ്പോഴും ഇതൊന്നും നേരിടാൻ പറ്റുന്ന ഫോഴ്സ് പോലും നമുക്കില്ല. എന്തുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഫേസ്ബുക്കുകളിൽ ആൾക്കാർ നിരന്തരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ചീത്ത വിളിക്കുന്നു, മോശമായിട്ട് കമന്റ് ചെയ്യുന്നു? എന്തുകൊണ്ട് ഇത് നിൽക്കുന്നില്ല? അതിന്റെ സിമ്പിളാണ് കാരണം, നമുക്കിവിടെ നിയമങ്ങൾ ശക്തമല്ല. അപ്പോൾ ഇന്ത്യയിൽ സൈബർ നിയമങ്ങൾ കുറെ കൂടി ശക്തമാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ സെലിബ്രിറ്റികളിൽ കാണുന്ന ഈ അപകടങ്ങൾ നാളെ നമ്മളിലേക്ക് വരാം. അത് വരാതിരിക്കണമെങ്കിൽ ഇന്ത്യയിൽ കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ചൂണ്ടുവലയാകട്ടെ ലാലേട്ടനെ പോലെ പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ കൊടുക്കുന്ന പരാതികൾ. 100% സാക്ഷരരാണ് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയിൽ ഒരുപാട് പിന്നിലാണെന്ന് പറയേണ്ടി വരും. എന്ത് നമ്മൾ കാണണം, എന്ത് നമ്മൾ കാണണ്ട. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ല, കൂടുതലും മിഥ്യയാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ സാക്ഷരതയിലേക്കുള്ള നമ്മുടെ കാൽവെപ്പൂടെ ആവട്ടെ ലാലേട്ടൻ്റെ ഈ പരാതി.